മദ്ഹികളാ, എവിടെ നോക്കിയാലും റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങളാ. എന്നാൽ ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനെ നേരിട്ട് കേൾക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ ഹബീബിനെ മരണപ്പെടുന്നതിന് മുമ്പ് നമുക്കൊന്ന് കാണണ്ടയോ? ആ റസൂലുള്ളാഹിന്റെ പ്രശോഭിതമായ മുഖം അത് കിനാവിലൊന്ന് കൊണ്ടുവരണ്ടയോ? അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇടക്ക് വെച്ച് നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായിട്ട് പ്രവർത്തകർ വരുന്നുണ്ട്. നല്ല സംഭാവന റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദിയാണ്. എല്ലാവരും കൊടുത്തേക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അവൻ സ്വീകരിക്കുന്ന അമലുകളിൽ പെടുത്തി തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ മരണപ്പെടുന്നതിന്റെ മുമ്പ് നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. നമ്മൾ മരിച്ച് ഖബറിലേക്ക് അങ്ങ് ചെന്നാൽ അവിടെ മാലാഖമാര് റസൂലുള്ളാഹിനെ കാണിക്കുകയാ. ചോദിക്കുന്നു, ഹൽ ഇൻദകൽ ഇൽമു ബിഹാദർ റജുൽ, എടാ ഈ നേതാവിനെ അറിയുമോ? ഈ നേതാവിനെ പരിചയമുണ്ടോ? മലക്കുകൾ ഖബറിൽ വെച്ച് നമ്മളോട് ചോദിക്കുമ്പോ ആ നേതാവിന്റെ മുഖം നമുക്ക് പരിചയമുള്ള മുഖമാവണ്ടയോ? ആ മുഖമങ്ങ് കാണുമ്പോഴേ ഇത് ഞാനേറെ മദ്ഹ് പറഞ്ഞ, ഞാനേറെ ഇഷ്ടപ്പെട്ട, ഞാൻ കുറേ രാത്രികളിൽ ശ്രവിച്ചിരുന്ന മദ്ഹുകളുടെ സാഹിബായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അന്തസ്സോടെ മലക്കുകളോട് നമുക്കൊന്ന് മറുപടി പറയണ്ടയോ? അതിന് മുഖം നമുക്കൊന്ന് പരിചയപ്പെടണയോ? അല്ലാഹ് മരണപ്പെടുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണിച്ചു തരണേ അല്ലാഹ്. ഞാൻ ഓർത്തു പോവുകയാ, ഞാനല്ല നാട്ടിൽ നിന്നോ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ളുഹറും നിസ്കരിച്ചുകൊണ്ട് പള്ളിയുടെ പുറത്തേക്ക് വന്നപ്പോ അവിടെ ഒരു 7 വയസ്സുകാരനായ ചെറിയൊരു കുട്ടിയെ കാണുന്നു. ആ കുട്ടിയുടെ കയ്യിലൊരു തസ്ബീഹിന്റെ കൗണ്ടറുണ്ട്. അവനെന്തോ ഇങ്ങനെ ചെല്ലുകയാ. കണ്ടപ്പോഴേ മനസ്സിലായി സ്വലാത്ത് ചെല്ലുകയാ. ഞാൻ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, മോനെ നീ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതോ? 7 വയസ്സായ കുട്ടിയാണല്ലോ. ചോദിച്ചപ്പോ അവനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ സ്വലാത്ത് ചൊല്ലുകയാ. ഞാൻ ചോദിച്ചു, മോനെ നീ എത്ര സ്വലാത്ത് ചൊല്ലി? 7 വയസ്സായ കുട്ടിയല്ലയോ, ചെറിയ പ്രായമാ, നീ എത്ര സ്വലാത്ത് ചൊല്ലിയെന്ന് ചോദിച്ചപ്പോ ആ 7 വയസ്സുകാരല്ല മറുപടി, ഞാൻ 3 ലക്ഷം സ്വലാത്ത് ചൊല്ലി. 3 ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? ഞാൻ ആ കുട്ടിയോട് വെറുതെ പറഞ്ഞു, മോനെ നീ കളവ് പറയുകയല്ലേ, നീ വെറുതെ പറയുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നെ കൈയും പിടിച്ച് അവന്റെ വീട്ടിലേക്ക് അങ്ങ് നടക്കുകയാ. വീട്ടിലേക്ക് കയറിയുടനെ റൂമിൽ ചെന്നുകൊണ്ട് ഒരു നോട്ട് പുസ്തകം എടുത്തുകൊണ്ടുവരുന്നു. ആ നോട്ട് പുസ്തകം തുറന്ന് എന്റെ കയ്യിലേക്ക് അങ്ങ് തിരികെയാ. നോക്കുമ്പോ അതിൽ ധാരാളം എണ്ണങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ. എന്തിന്റെ നോട്ട് പുസ്തകമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പയാണ് ആ കുട്ടി പറയുന്നതോ, അല്ലയോ ഉസ്താദ്,
ഞാൻ റബീഉൽ അവ്വൽ മാസമായപ്പോ തുടങ്ങിയതല്ല സ്വലാത്ത് ചൊല്ലലോ, മറിച്ചോ ഞാൻ കുറേ മാസങ്ങളായി സ്വലാത്ത് ചൊല്ലുകയാ. ഓരോ ദിവസവും ചെല്ലുന്ന സ്വലാത്തിനുള്ള കണക്കുകൾ എഴുതി വെക്കാൻ ഞാൻ പ്രത്യേകമായി വാങ്ങിയ നോട്ട് പുസ്തകമാണിതോ. 7 വയസ്സുകാരനായ കുട്ടി പറയുന്നു, ഉപ്പമാരെ 10-60 വയസ്സായില്ലയോ, ആർക്കെങ്കിലും ഒരു 50 രൂപ കടം കൊടുത്താൽ അത് കിട്ടാനുണ്ട് എന്ന് എഴുതി വെക്കാൻ 100 രൂപയുടെ പുസ്തകം നമ്മൾ വാങ്ങിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കടം കൊടുക്കുമ്പോൾ എഴുതി വെക്കാനുള്ള രേഖ നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ടോ? എന്നാൽ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ കണക്കെഴുതാൻ നമ്മൾ ഇന്നേ വരെ ഒരു പുസ്തകം വാങ്ങിയിട്ടുണ്ടോ? ആ ഒരു ബുദ്ധി നമ്മൾക്ക് വന്നിട്ടുണ്ടോ? 7 വയസ്സുകാരനായ കുട്ടിയാ പറയുന്നതോ, അല്ലയോ ഉസ്താദ്, ഞാൻ റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനുള്ള കണക്കെഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിയ പുസ്തകമാ. 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അല്ല മോനെ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ 3 ലക്ഷത്തോളം സ്വലാത്ത് പോൻ ചൊല്ലിയില്ലേ, മോൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? കളങ്കമില്ലാത്ത ഹൃദയത്തോടെ 3 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പൊന്നുമോ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൻ സന്തോഷത്തോടെ പറയുന്നു, ഓ ഉസ്താദ്, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ആ 7 വയസ്സുകാരനായ കുട്ടിയുടെ മറുപടി കേട്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് പൊട്ടിപ്പോയി. കാരണം ജീവിച്ചിട്ട് 7 കൊല്ലം തികയുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ലോകത്തിലെ നേതാവിനെ കിനാവിൽ കാണാൻ ഭാഗ്യം ലഭിച്ച കുട്ടിയാ. ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മൾ എത്ര കൊല്ലമാ ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടോ? 50, 40, 60, 70 കൊല്ലമായില്ലയോ ജീവിക്കുന്നു? ഇന്നേ വരെ ഏതെങ്കിലും ഒരു ദിവസം ഉറങ്ങുമ്പോ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തിന് ജീവിക്കുകയാ? 7 വയസ്സ് തികഴുമ്പോഴേക്ക് റസൂലുള്ളാഹിനെ കണ്ട കുട്ടികളുള്ളപ്പോ നമ്മുടെ 60 വയസ്സ് നാം എന്തിനാ ജീവിച്ച് തീർത്തതോ? ഓ ചെറുപ്പക്കാരാ, ഓ ഉമ്മമാരെ, മരണപ്പെടുന്നതിന് മുമ്പ് ആ ഹബീബിന്റെ പ്രശോഭിതമായ മുഖം നമുക്ക് കാണണ്ടയോ? അതിന് ഞാനൊരു പ്രത്യേകമായ വഴിയൊന്ന് പറഞ്ഞു തരട്ടെയോ സഹോദരന്മാരെ? നിങ്ങളത് ജീവിതത്തിൽ പകർത്തിയാൽ, അത് പതിവായി ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണാൻ കഴിയും കേട്ടോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം വഴികൾ മഹാരഥന്മാര് പറയുകയാ. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? നമ്മളെല്ലാവരും 5 വക്ത് ഫർളായ നിസ്കാരം നിർവഹിക്കുന്നവരല്ലേ? ആ നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിച്ചാലും ഒറ്റക്ക് നിസ്കരിച്ചാലും എങ്ങനെ നിസ്കരിച്ചാലും ശരി, ആ നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ മോനെ സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്തില്ലയോ, ഹബീബായ തങ്ങളുടെ മഹത്വം പറയുന്ന ആയത്തില്ലയോ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.
എന്ന് തുടങ്ങുന്ന ആയത്തില്ലയോ, അത് എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിവായി അങ്ങ് പാരായണം ചെയ്താൽ മോനെ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും കേട്ടോ. മരണപ്പെടുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനെ കിനാവിൽ കൊണ്ടുവരാൻ കഴിയും കേട്ടോ. എല്ലാ ഫർളായ നിസ്കാരത്തിന്റെ ശേഷമോ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന ആയത്ത് പതിവായി അങ്ങ് പാരായണം ചെയ്താൽ ഹബീബിനെ കാണാം, ഹബീബിനെ കണ്ടു മരിക്കാം. അറിയില്ലോ മഹാനായ ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു നാട്ടുകാര് മുഴുവനും ഭ്രാന്തനാണെന്ന് പറഞ്ഞ ആളാ. നാട്ടുകാര് മുഴുവനും ഭ്രാന്തലെന്ന് ഇമാം ശിബിലിയെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും മജ്നൂനെന്നാ വിളിക്കാറുള്ളതോ. എന്നാൽ ആ ശിബിലിയതാ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദർസ് നടത്തിയ പണ്ഡിതനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് തങ്ങളുടെ ദർസിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ഭ്രാന്തനെന്ന് വിളിക്കുന്ന ആളാണല്ലോ. പക്ഷേ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് ശിബിലി തങ്ങളെ അങ്ങ് കണ്ടപ്പോ ദർസ് നടത്തുന്ന വേളയിൽ ചാടി അങ്ങ് എഴുന്നേൽക്കുകയാണോ. എന്നിട്ട് ശിബിലി തങ്ങളുടെ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുകയാണോ. എന്നിട്ടതാ ശിബിലി തങ്ങളെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നു. മുത്തല്ലിമീങ്ങളായ കുട്ടികൾ ഉസ്താദായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദ്, നാട്ടുകാര് മുഴുവനും ഭ്രാന്തനെന്ന് പറയുന്ന ആളല്ലയോ ശിബിലി, എന്തിനാണ് ആ ഭ്രാന്തനായ ശിബിലി വന്നപ്പോ അങ്ങ് ദർസും നിർത്തി എഴുന്നേറ്റ് ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതോ? ഇതങ്ങ് പറഞ്ഞപ്പോ അവിടെ റസൂലുള്ളാഹിനെ ധാരാളം തവണ സ്വപ്നം കണ്ട ആളാണല്ലോ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നു, അല്ലയോ ശിഷ്യന്മാരെ, എല്ലാവരും ഭ്രാന്തലെന്ന് പറയുന്ന ശിബിലിയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാനുള്ള കാരണോ ഹാക്കദാ റഅയ്തു റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ശിബിലി ഇങ്ങനെ നടന്നു വരികയാണോ. ശിബിലിയെ കണ്ടപ്പോ റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു. അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതോ സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കാരണം അങ്ങനെ റസൂലുള്ളാഹി ചെയ്യാൻ? ശിഷ്യന്മാരെ അന്വേഷിക്കുന്നു. പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടപ്പോ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് തങ്ങളെ കാരണം റസൂലുള്ളാഹിനോട് തന്നെ ചോദിക്കുകയാ, എന്തിനാണ് അങ്ങനെ എല്ലാവരും ഭ്രാന്തനെന്ന് പറഞ്ഞ ശിബിലിയെ എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് ആദരിച്ചതോ? അവിടുന്ന് പറയുന്നു, അല്ലയോ അബൂബക്കറേ, ശിബിലി നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല. ശിബിലി ഭ്രാന്തനല്ല, ശിബിലി മജ്നൂനല്ല, മറിച്ചോ ശിബിലി അല്ല സ്നേഹിക്കുന്ന വലിയ ആശിഖാണ്, വലിയ മുഹിബ്ബാൻ. ആ ശിബിലിയെ ഞാൻ എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് ആദരിച്ച് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? ശിബിലി വർഷങ്ങളോളമായി അതേ ഫർള് നിസ്കാരം നിർവഹിച്ചാൽ 3 തവണ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാന ആയത്ത് ഓതിയിട്ടല്ലാതെ ആ ശിബിലി എഴുന്നേൽക്കാറില്ല. 3 തവണ എല്ലാ ഫർള് നിസ്കാരത്തിനും ശേഷം
ശിബിലിയ ആയത്തോതാൻ തുടങ്ങിയിട്ടോ വർഷങ്ങളായി കേട്ടോ. അതുകൊണ്ട് ആ ശിബിലി എഴുന്നേറ്റ് നിന്ന് റസൂലുള്ള കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതോ. ഓ ഉമ്മമാരെ, ഓ ഉപ്പമാരെ, ഓ സഹപ്രവർത്തകരായ സ്വസഫുകാരെ, സ്വയസുകാരെ, നമ്മൾ സ്വസഫുകാരായി ജീവിക്കുമ്പോ റസൂലുള്ളാഹിനെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയണ്ടയോ? പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നതോ? അതുകൊണ്ട് പതിവായി ജീവിതത്തിൽ പകർത്തണം കേട്ടോ. റസൂലുള്ളാഹിനെ കണ്ട് മരിക്കാൻ കഴിയണം കേട്ടോ. അല്ലാഹുവേ, ആ ഹബീബിനെ പലതവണ സ്വപ്നത്തിൽ കാണാൻ ഈ നല്ല മജ്‌ലിസ് നീ സബബാക്കി തരണേ റഹ്മാനേ. ഇത് കാരണമാക്കണേ അല്ലാ. പഠിച്ചവരെ കണ്ടവർക്ക് ഇനിയും കാണാൻ ഈ മജ്‌ലിസ് നീ കാരണമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, റസൂലുള്ളാഹിനെ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, അവിടുന്ന് ജീവിച്ച മണ്ണ് ഞങ്ങൾ കണ്ടിട്ടില്ല, അവിടുന്ന് അന്തിയിറങ്ങുന്ന മദീന ഞങ്ങൾ ദർശിച്ചിട്ടില്ല. പഠിച്ചവരെ, റസൂലുള്ള ജീവിച്ച മണ്ണായ മക്കയോ അവിടുന്ന് അന്തിയിറങ്ങുന്ന മണ്ണായ മദീനയോ കാണിക്കാതെ ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാ. സാമ്പത്തികം തടസ്സമാക്കല്ലേ റഹ്മാനേ, ആരോഗ്യം തടസ്സമാക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെന്നോ അതേ മനസ്സ് പൊട്ടി സലാം പറയാൻ ഈ മജ്‌ലിസ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. തുടർ പ്രഭാഷണം മറ്റന്നാൾ 20-ാം തീയതി വ്യാഴാഴ്ച അസ്തമിച്ച, ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി ഇശാ നിസ്കരിച്ചിട്ട് നമ്മുടെ ദേർലക്കെട്ട് ബദിയാറില് ഇശാ നിസ്കരിച്ച ഉടനെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രഭാഷണം നടത്തും. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സംരംഭവുമായി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ മക്കളെ പ്രോഗ്രാമിന്റെ പ്രൈസിന് വേണ്ടി സംഭാവന നൽകിയവരുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സഹായം നൽകിയവരുണ്ട്. ഇന്നത്തെ സീരണിക്ക് വേണ്ടി അരി, ഇറച്ചി, സാധനങ്ങളൊക്കെ തന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ, സഹകരണങ്ങൾ നൽകിയ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആർക്കും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ഇതിനുവേണ്ടി അധ്വാനിച്ച, പ്രവർത്തിച്ച നമ്മുടെ ബുഖാരി മസ്ജിദിന്റെ ഭാരവാഹികൾ, പ്രവർത്തകർ, ഈ ചുറ്റുഭാഗങ്ങളിലുള്ള ഉമ്മമാര്, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വിഷയം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിന്റെ നേതാക്കൾ, പ്രവർത്തകർ, അതുപോലെ നമ്മുടെ അഷ്റഫ്, ഇതിനൊക്കെ നമ്മൾ വലിയ സഹകരണം നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഈ മദീന അഷ്റഫ് നമ്മുടെ വലിയ സഹായം നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ SOSന്റെ മീലാദ് ക്യാമ്പയിന് റബീഉൽ അവ്വലിന്റെ തുടക്കം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ തുടങ്ങി. അതിന്റെ സമാപനം ഈ വരുന്ന 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മണിക്ക് നമ്മുടെ ടൗൺ ഹാളിന്റെ ഓപ്പോസിറ്റ് മംഗലാപുരം നൗക്കർ ഭവനിൽ SOSന്റെ ബ്രാഞ്ചിലുള്ള പദാധികാരികൾക്കും അതുപോലെ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും ഒക്കെയായിട്ടുള്ള ഒരു പ്രത്യേകമായ ക്യാമ്പയിൻ കൂറ്റമ്പാറ ദാരിമി ഉസ്താദ് നടത്തുന്നു. അതെല്ലാവരും വിജയിപ്പിക്കണം. അതുപോലെ ഞങ്ങൾ ഖിദ്മത്ത് ചെയ്യുന്ന ദാറുൽ അശ്അരിയ മഹാനായ സുരുവേൽ ഉസ്താദ് അല്ലാഹു തഖബ്ബർ സന്തോഷത്തിലാക്കട്ടെ. ഉസ്താദിന്റെ 15-ാമത്തെ ആണ്ട് നേർച്ച ഈ വരുന്ന ജനുവരി 7, 8 തീയതികൾ നടക്കുകയാണ്. ജനുവരി 7-ന് മഗ്രിബ് നിസ്കരിച്ചിട്ട് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് പ്രഭാഷണം നടത്തുന്നു. 8-ാം തീയതി ഞായറാഴ്ച മഗ്രിബ് നിസ്കരിച്ചിട്ട് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി പ്രഭാഷണം നടത്തുന്നു.
ആ 2 ദിവസത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് മുസാഫഹത്ത് ചെയ്യും. അതിനുശേഷം എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം, അവിടത്തേക്ക് തന്നെ സീരണി കൊണ്ടുവരും. ശേഷം ദുആ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. സഹോദരന്മാരെ, നമ്മുടെ മജ്ലിസ് തൽക്കാലം ഇന്ന് പിരിയുകയാണ്. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നാളെയല്ല അതിന്റെ പിറ്റേ ദിവസം. ഇവിടെ എങ്ങനെ പറയല്, ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി, ഏതായാലും 20-ാം തീയതി ഇൻഷാ അല്ലാഹ് ദേരൽഘട്ട ബദിയാറിൽ നമുക്ക് ഒത്തുകൂടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അവിടുത്തെ പേരക്കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് ഇങ്ങോട്ട് ഇഷ്ടം തോന്നാനുള്ള കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല നല്ല മുഅ്മിനീങ്ങളുള്ള നല്ലൊരു മജ്ലിസാണ്. ഇവിടെ ചീരണി വിതരണം ചെയ്യാനുണ്ട്. അതിന്റെ മുമ്പ് നമുക്കൊന്ന് പരസ്പരം മുസാഫഹത്ത് ചെയ്ത് പിരിയണം. എല്ലാവരും അവിടെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളുടെ മദ്ഹ് ശ്രവിച്ച മജ്ലിസാണല്ലോ. ഇവിടെ വെച്ച് നമുക്ക് പരസ്പരം സയ്യിദ് അവർകളുണ്ട്. നമുക്കൊന്ന് മുസാഫഹത്ത് ചെയ്ത് നിങ്ങളെല്ലാവരും ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ചെന്ന് ഇരുന്ന് ചീരണയും വാങ്ങി ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആ ബേക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് അടുത്ത് വരും. എല്ലാവരും വരും. ആ ബേക്കിലുള്ള ചെറുപ്പക്കാരൊക്കെ കൂടെ നടന്നു വരി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരൽപ്പം മദ്ഹ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുസാഫഹത്ത് ചെയ്ത് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു الصلاة والسلام عليك يا حبيب الله. آدي أول ميدراي دچو وچ محمدا ബദറിലോം ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധി യഗല്ലാഹ്.
والسلام عليك يا حبيب الله مكة മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുനമേ ഇഷ്ഖറിയാതെ ചൊല്ലിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله أتلايونو أشرف النبي പാടിടും നീവർ ആശയായി ആഗ്രഹങ്ങളാലെറയുണ്ട് ബച്ചാരത്തിൽ ചെന്നിടാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله പാപമാലേക്ക ഋതുപോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക യാ حبيب الله محشر മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി محشر മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി മൗത്തിൽ നേരത്തും ഉമ്മത്തിയെന്നോ രത്തോരാണന്റെ വാരിദി അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حول പാനവും നൽകണേ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹ
മറിയാം തങ്ങളെ കൈവടിയല്ലേ യാ നബി അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد റസൂലുള്ളാഹ് ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈന വലാട്ടുവാൻ ബദീരിങ്ങളെ തുണ ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام